ഹലോ ഗൈസ്, നമ്മുടെ ടീമിലോട്ട് പുതിയ 3 പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. ആ 3 പ്ലെയേഴ്സിനെ നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. നമുക്ക് ലെജൻഡറി സ്ട്രീക്ക് എന്ന് പറഞ്ഞ ഇത് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. സാധാരണ പോലെ നമ്മളെ വീക്ക്ലി സ്ട്രീക്ക് പോലെ തന്നെയാണ് ഇതും. എനിക്ക് തോന്നുന്നു ഡേയ്സിൻ്റെ വ്യത്യാസം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് 14 ദിവസം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ലെജൻഡറി സ്ട്രീക്ക് എന്ന് തോന്നുന്നു. അന്ന് യൂറോ ഇവൻറ്റിൻ്റെയാണ് തോന്നുന്നു അവസാനമായിട്ട് വന്നത്. ഇവർ നല്ല ഇതൊന്നും തരത്തില്ല, എല്ലാത്തിനും പൈസ കൊടുക്കേണ്ടി വരും. 39 രൂപയൊക്കെയാണ് അടുത്തത് തുറക്കണമെങ്കിൽ. നമ്മൾ 39 രൂപ കൊടുത്ത് എന്തായാലും അതൊക്കെ തുറക്കാൻ പോകുന്നില്ല. ഇത് അൺട്രേഡബിൾ അല്ലേ? അൺട്രേഡബിൾ ആണെന്ന് തോന്നുന്നത്, നോക്കേണ്ടി വരും. ഇത് അതെ, അൺട്രേഡബിൾ ആണ്. ഇവർ ട്രേഡബിൾ പ്ലേസിനൊന്നും തരത്തില്ല. അതിൽ പണ്ട് അങ്ങനെയാണല്ലോ. ഇതിനകത്ത് നമുക്കൊരു പാക്കും കൂടി ഓപ്പൺ ചെയ്യാം. 3000 ജെമ്മിൻ്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു, നമുക്കത് ഓപ്പൺ ചെയ്യാം. നല്ല പ്ലേസിനൊന്നും കിട്ടത്തില്ല, ഉറപ്പാണ്. ഓൾറെഡി എനിക്കൊരു 98ൻ്റെ ഒരു ഗാനേൻ്റെ ഒരു CDM പ്ലെയറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് നല്ല പ്ലേസിനൊന്നും കിട്ടത്തില്ല. നോക്കാം, നമുക്ക് നല്ല ഫ്ലാഗ് വല്ലതും കണ്ടാൽ മതിയായിരുന്നു. പോർച്ചുഗൽ സെൻറ്റർ മിഡ് അറിയാലോ. ഏതെങ്കിലും 95 പ്ലെയർ അല്ലെങ്കിൽ 96. 95 പ്ലെയറാണ്. പറ്റിച്ച്. പിന്നെ ഗൈസ്, ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ 3 പ്ലേയേഴ്സിനെ എടുത്തതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഞാൻ മാർക്കറ്റ് പിക്ക് കുറേ ദിവസമായിട്ട് കൂട്ടി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മാർക്കറ്റ് പിക്ക് കൂട്ടി വെച്ചിട്ടാണ് ഈ പ്ലേയേഴ്സിനെ എടുക്കുന്നത്. അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ ഞാൻ മാർക്കറ്റ് പിക്ക് വെച്ച് കുറേ ദിവസം എടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസമായത്. കുറേ ഞാൻ മാർക്കറ്റ് പിക്ക് കൂട്ടി വെച്ച് 6000 വെച്ചിട്ടാണ് നമ്മളെ മാർക്കറ്റ് പിക്ക് എടുത്തത്. അതിൻ്റെ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ആ മാർക്കറ്റ് പിക്കിൽ നിന്ന് എനിക്ക് കിട്ടിയത് റൊണാൾഡോ നസാരിയോനായിരുന്നു. റൊണാൾഡോ നസാരിയോക്ക് ഏകദേശം 500 മില്യൺ ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ടോപ്പ് 1 ആളെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആ റൊണാൾഡോ നസാരിയോനെ ടീമിലൊക്കെ എനിക്ക് ക്രൈഫ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വെച്ചില്ല. കാരണം ആ പൈസയ്ക്ക് എനിക്ക് കുറച്ച് പൊസിഷൻസ് കവർ ചെയ്യാം. അങ്ങനെ എടുത്ത ആദ്യത്തെ പ്ലെയറാണ് നമ്മൾ ലെഫ്റ്റ് വിങ്ങിലോട്ട്. വേറെ ആരല്ല, കിലിയൻ എംബാപ്പ തന്നെയാണ്. എംബാപ്പേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് എംബാപ്പേനെ നമ്മൾ എടുത്തിട്ടുള്ളത്. എംബാപ്പെ നമ്മുടെ ടീമിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു റൈറ്റ് വിങ്, സെൻറ്റർ മിഡ്, റൈറ്റ് ബാക്ക്, ഈ 3 പൊസിഷൻസ് കൂടി ആ 500 മില്യണിനുള്ളിൽ പരമാവധി പറ്റുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് റൈറ്റ് വിങ്ങിൽ വേറെ ആരും തന്നെയല്ല, നമ്മളെ ഫുട്ബോളിൻ്റെ ഗോട്ടായിട്ടുള്ള ലയണൽ മെസ്സി തന്നെയാണ് റൈറ്റ് വിങ്ങിൽ. പിന്നെ സെൻറ്റർ മിഡിൽ ആരാന്ന് നമുക്ക് കാണിച്ചു തരാം ഞാൻ. മോഡ്രിച്ചിനെ പകരമായിട്ട് ആരായിരിക്കും സെൻറ്റർ മിഡിൽ നോക്കുവാണെങ്കിൽ അത് വേറെ ആരല്ല, ബെല്ലിംഗ്ഹാം തന്നെയാണ്. ജൂഡ് ബെല്ലിംഗ്ഹാമിനെയാണ് സെൻട്രൽ മിഡിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവർക്കൊക്കെ ഭയങ്കര പൈസയാണ്, എന്നാലും എൻ്റെ ഒരു ഡ്രീം ടീമിൻ്റെ ഒരു ഇതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരെയൊക്കെ എടുക്കുന്നത്. റൈറ്റ് ബാക്കിൽ പിന്നെ എനിക്ക് നമ്മളെ കഫൂനെ എനിക്ക് വിൽക്കേണ്ടി വന്നു. കാരണം ഇവരൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ തികഞ്ഞില്ല. ആ സമയത്താണ് കഫൂനെ വിറ്റൊരു 10 മില്യൺ കൂടി അതിനകത്ത് നിന്ന് എടുത്തു. അതായത് 71 മില്യണോ മറ്റോ കിട്ടിയായിരുന്നു. അങ്ങനെ റൈറ്റ് ബാക്ക് ബാക്കി വെച്ച് കൂട്ടി വെച്ച് നമ്മളെ ഗോഡ്സേനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് ലൂഡൊക്കെ വെച്ചൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇവനെ എടുത്തിട്ടുള്ളത്. പേരൊന്നും വായിക്കാൻ കിട്ടത്തില്ല, അത് വേറെ കാര്യം. ഇതാണ് എൻ്റെ ഫൈനൽ ടീം എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് അപ്ഗ്രേഡൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. പിന്നെ ഹാൾഡിനെ നമുക്ക് സബ് ഇടാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.